പിണറായിക്ക് വേണ്ടിയിട്ട് വിടുപണി ചെയ്യുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം പോയില്ലേ? ഞാൻ ഇന്നലെ ചോദിച്ചിട്ട് എന്താ ഉത്തരം പറയാത്തത്? നിങ്ങളാരും ചോദിച്ചില്ലല്ലോ. ഈ ഗവൺമെൻറ്റിൻ്റെ 4 വർഷത്തെ വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പ് എന്ന് MP ഗോവിന്ദ മാഷ് പറഞ്ഞല്ലോ. അങ്ങനെ ആ ഗവൺമെൻറ്റിനെതിരാണ് ഈ ജനവിധിയെങ്കിൽ മുഖ്യമന്ത്രിയോട് രാജിവെക്കാൻ ആവശ്യപ്പെടുമോ എന്ന് ഇന്നലെ പാർട്ടിയുടെ സെക്രട്ടറിയായ ഗോവിന്ദ മാഷോട് ഞാൻ ചോദിച്ചല്ലോ. നിങ്ങൾ ആരെങ്കിലും ഇന്ന് പത്രക്കാർ കണ്ടപ്പോൾ നിങ്ങൾ ചോദിച്ചോ? അദ്ദേഹം കേട്ടിട്ടുണ്ടല്ലോ. എന്തേ മറുപടി പറയാത്തത്? പിണറായിയെ തൊടാൻ, പിണറായിയെ വെച്ചുകൊണ്ട് ഇനിയാണ് അവർ മുന്നോട്ട് പോകുന്നതെങ്കിൽ എന്താണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന് വരാൻ പോകുന്ന സ്ഥിതി? അത് ഗോവിന്ദ മാഷൊക്കെ മനസ്സിലായിട്ടില്ലെങ്കിലും പാവപ്പെട്ട സഖാക്കൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ മരുമകൻ്റെ കയ്യിൽ എങ്ങനെയെങ്കിലും ഇത് കൊണ്ടെത്തിക്കണം. എങ്ങനെയെങ്കിലും ശശിയെ സെക്രട്ടറി ആക്കാനുണ്ടാക്കിയ അദ്ദേഹത്തിൻ്റെ പ്ലാന്, ശശി നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളയും കൊള്ളിവെപ്പും കൊലക്ക് കൂട്ടുനിൽക്കലും കള്ളക്കടത്തും ഇവിടുത്തെ ഈ പറയുന്ന മാഫിയ സംഘങ്ങളുമായിട്ടുള്ള ലഹരി ഗ്രൂപ്പുമായിട്ടുള്ള ബന്ധവും ഞാൻ പുറത്ത് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ പറയുന്ന ഗോവിന്ദ മാഷാണ് സെക്രട്ടറി. ഇപ്പം എന്താ ലഹരി പിടിക്കാത്തത്? എന്താ ലഹരി പിടിക്കാത്തത്? നിങ്ങൾ പത്രമാധ്യമങ്ങളിൽ ചാനലുകളും നടുറോട്ടിലേക്ക് ഇറങ്ങി. ഞാൻ ഒരുപാട് പ്രസ്താവനകൾ നടത്തി. ജനങ്ങൾ അലർട്ടായി. കുറേ പിടിച്ചല്ലോ. ഇപ്പം എന്താ നിങ്ങൾ ഒരു മാസമായിട്ട് കേൾക്കുന്നില്ലല്ലോ. 24 ചാനലിനോട് SKനോട് ഒരു ഇൻ്റർവ്യൂവിൽ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് നിങ്ങൾ മറന്നുപോയോ? 24 ആളുകൾ ഇവിടെ ഉണ്ടാവുമല്ലോ. എന്താ പറഞ്ഞത്? എല്ലാ ആഴ്ചയും ഞാൻ പത്രസമ്മേളനം നടത്തും. എത്ര കേസ് പിടിച്ചു, ലഹരി എന്താണ് സംഭവം? ഒരൊറ്റ പ്രാവശ്യം നടത്തി. പിന്നെ നടത്തിയോ? എന്താ നടത്താത്തത്? ഇതൊരു വലിയ സംഘമാണ്. എവിടെ നിന്നാണ് ഈ പറയുന്ന മയക്കുമരുന്ന് വരുന്നത്? ഗുജറാത്തിൽ നിന്നാണ് വരുന്നത്. കോടാനകോടി റുപ്യയുടെ മില്യൺ കണക്കിൽ ഡോളേഴ്സിൻ്റെ കണ്ടെയ്നറുകളിൽ മയക്കുമരുന്ന് പിടിക്കപ്പെടുന്ന എവിടുന്ന? ഗുജറാത്തിലെ പോർട്ടിൽ നിന്നാണ്. ആരാ ഗുജറാത്തിലെ പോർട്ട് കൈകാര്യം ചെയ്യുന്നത്? എങ്ങനെയാണ് ആ വഴി തുറക്കുന്നത്? ആരാണ് അവരുടെ പാർട്ട്ണർ? ഇപ്പോൾ ഇവിടെ എന്താ പറയുക, വിഴിഞ്ഞത്ത് പാർട്ട്ണറാന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് വലിയ കച്ചവടമല്ലേ? എന്താ CPMൻ്റെ ചെറുപ്പക്കാർക്ക് ഇവർ കൊടുക്കുന്ന നിർദ്ദേശം? കുറച്ചൊക്കെ അടിച്ചോട്ടെ, അടിച്ചാലേ ചെക്കന്മാരെ കിട്ടുള്ളൂ. പറയുന്നില്ല ഇവർ? പറയുന്നുണ്ടോ? അപ്പോൾ ചെറുപ്പക്കാരെതിരെ പ്രോത്സാഹിപ്പിച്ച് ഇവിടെ എന്തിനും മയക്കമരുന്നിന്? കാരണം അന്തം ഉണ്ടാവില്ല, ഉള്ള അന്തം കളയണം. അപ്പോൾ ഇപ്പോൾ ഒരാളെയും പിടിക്കുന്നില്ല. എന്താ പിണറായി ഒന്നും മിണ്ടാത്തത്? അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഈ കോലത്ത് പോവും. എന്നാൽ ലഹരിക്കെതിരെ ഇങ്ങനെ പറയും. അപ്പോഴോ കോടികൾ മുടക്കിയിട്ടുള്ള ബ്രൂവറി പാലക്കാട് ഇപ്പോൾ പുതിയൊരു കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട്. KSRTC ഒക്കെ പരാജയത്തിലാണ്. അതുകൊണ്ട് ഈ കള്ള് ഷോപ്പുകൾ, ബെവ്കോ ഷോപ്പുകൾ KSRTC ഡിപ്പോകളിൽ തുറക്കാൻ തീരുമാനമെടുത്തു. ലഹരിക്കെതിരെ പോരാട്ടം നടത്തുന്ന മുഖ്യമന്ത്രി. അപ്പോൾ ഇവർ പറയുന്നതിൽ എന്താണ് ആത്മാർത്ഥത? എന്ത് ഇക്വേഷൻ വെച്ചിട്ടാണ് ഇത് അനലൈസ് ചെയ്യാൻ പറ്റുക? പച്ചക്കള്ളം പറയുക ഒരു ഭാഗത്ത്, മറുഭാഗത്ത് നേരെ തിരിച്ചും പ്രവൃത്തി. ഇതിവിടെ ചർച്ച ചെയ്യും, ജനങ്ങൾ ചർച്ച ചെയ്യും. ഞാനും ജനങ്ങളും മലയോര മേഖലയിലെ മനുഷ്യരും ഞങ്ങളുടെ ജീവിതമല്ല, ജീവിതം ഏതായാലും ഇല്ല, ഉള്ള ജീവനം കൊണ്ട് എങ്ങനെയെങ്കിലും അധ്വാനിച്ച് ജീവിക്കുക. കർഷകർ മുഴുവൻ കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും കുടിയേറി. നമ്മളെ മേലഭാഗത്ത് അവിടെ പോയി ഇഞ്ചി കൃഷി ഉണ്ടാക്കുകയാണ്, പച്ചക്കറി ഉണ്ടാക്കുകയാണ്. അവിടെ കറണ്ടുണ്ട്, വെള്ളമുണ്ട്, വന്യമൃഗങ്ങൾ വരുന്നതിന് ഫെൻസിങ് ഉണ്ട്. മുഴുവൻ പോയില്ലേ? ഇവിടുത്തെ കംപ്ലീറ്റ് ടൂറിസ്റ്റ് ബസ്സുകൾ പോയില്ലേ? ലോറികൾ കംപ്ലീറ്റ് പോയില്ലേ? ഇവിടെ ഒരു ഉറുപ്പിയുണ്ടോ വരുമാനം? അപ്പോൾ പിടിച്ചു പറി. 2 റുപ്യ സെസ്സിന്, പെട്രോളിന് സെസ്സിന് കൂട്ടി എന്തിനായിരുന്നു സെസ്സിന്? എന്താ സഖാക്കൾ, എന്താ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലല്ലോ? നിങ്ങൾ ഇന്ന് 10 റുപ്യേൻ്റെ ഡീസൽ അടിച്ചു ഈ ഇവിടെ വരാൻ. ഇന്നിപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളൊരു 20 റുപ്യ കൊടുത്തിട്ടുണ്ടാവും. 2 റുപ്യ വെച്ച് 10 ലിറ്ററിന് കോടിക്കണക്കിന് ഉറുപ്പികയായി 2 റുപ്യ അടിച്ചു മാറ്റുകയാണ് ഈ നാട്ടിൽ നിന്ന്. 100 റുപ്യ കൂട്ടും എന്ന് പറഞ്ഞ മാസത്തിൽ വഞ്ചിച്ചോ? എവിടെ എത്തണം? ഇപ്പം 2500 എത്തേണ്ട സമയമായില്ലേ? ഇപ്പോഴും 1600 കൊടുത്തിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഈ അടിച്ചു മാറ്റുന്ന പണം എവിടെയാണ്? ഈ ഫൈൻ ഇടുന്ന പണം എവിടെയാണ്? ഇവിടെ കുറേ TV വെച്ചിരുന്നല്ലോ, എന്താ പറയുക, ട്രാഫിക് നിയന്ത്രണത്തിന്. ആ റഡാറുകളും അതിൻ്റെ ക്യാമറ ഒക്കെ എവിടെ? ഒക്കെ പൂട്ടിപ്പോയില്ലേ? എത്ര കോടി റുപ്യേൻ്റെ അഴിമതി നടത്തിയത്? ജനങ്ങൾ ഒരു ഭാഗത്ത് കൂടെ ഈ പാവപ്പെട്ടവനെ തന്നെയാണ് കൊള്ളടിക്കുന്നത്. ഓട്ടോറിക്ഷക്കാരനാ ഫൈന്, അവൻ്റെ ഇൻഷുറൻസാണ് കൂട്ടിയത്, ടാക്സിക്കാരതാ കൂട്ടിയത്, മലയാളിമാർ കൂട്ടൂല. എന്നിട്ട് അത് വേറെ വഴിക്ക് പിടിച്ചു വാങ്ങിയിട്ട് ഞങ്ങൾ പെൻഷൻ കൊടുക്കുന്നതറിയാം. നല്ല കാര്യം. എന്നാൽ അത് മര്യാദയ്ക്ക് കൊടുക്കണ്ടേ? ആകെ മനുഷ്യനിലെ രാഷ്ട്രീയമാണ്. ഈ 1600 റുപ്യ കൊണ്ട് എന്താ ചെയ്യുക? ഇന്നലെ തൊഴിലുറപ്പ് തൊഴിലാളികളെ കണ്ടപ്പോൾ പറഞ്ഞല്ലോ, നിങ്ങളുണ്ടായിരുന്നല്ലോ, ഈ കൊടും മഴയത്ത് 70, 75, 80 വയസ്സില്ല എന്താ പറയുക വല്യമ്മമാർ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്.
ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ട് വാങ്ങിക്കൊടുത്തൂടെ, ഒരു ഷൂസ് വാങ്ങിക്കൊടുക്കുമെന്ന് പറഞ്ഞാണല്ലോ ഒരു 500 റുപ്യേൻ്റെ കേസ്. എവിടെ ഇവർക്ക് മനുഷ്യത്വം ഈ പാർട്ടിക്ക്? എവിടെ ഇവർ തൊഴിലാളി വർഗ പാർട്ടി, മുതലാളി പാർട്ടി? അതുകൊണ്ടാണ് പറയുന്ന 35,000 വോട്ട് തികയില്ല. മനസ്സിലായോ നിങ്ങൾക്ക്?